ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ബബ്ലൂസ് വേഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഒരു മേക്കപ്പ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. പൊങ്ങച്ചക്കാർക്ക് വേണ്ടിയിട്ടുള്ള മേക്കപ്പ് വീഡിയോ. ഈ പൊങ്ങച്ചക്കാരെന്ന് പറയുമ്പോൾ നമ്മൾ കുറച്ചൊക്കെ അന്ന് ഒരുങ്ങി ഒരു ഫങ്ഷന് കാര്യങ്ങൾക്കൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലർ പറയും, എന്താണ് വാരി തേച്ചിരിക്കുന്നത്, മുഖത്തൊക്കെ ഓരോന്ന് തേച്ചിട്ടുണ്ടെങ്കിൽ പാട് വീഴും, അങ്ങനെയാണ് ഇങ്ങനെയാണ്. ഇന്ന് ഇവരെല്ലതും ചെയ്യുന്നുണ്ട്, ഈ കാര്യങ്ങളെല്ലതും ചെയ്യുന്നുണ്ട്. ഇന്ന് ഒന്നും ചെയ്യാത്ത പോലെ, ഒരു പ്രൊഡക്റ്റിനെ പറ്റി അറിയാത്ത പോലത്തെ വർത്താനങ്ങളും കാര്യങ്ങളും. നമ്മളൊക്കെ കണ്ണൊക്കെ എഴുതും, പക്ഷേ കൺമഷിയായിട്ട് എഴുതൽ. ഞാൻ ഐലൈനറും കാര്യങ്ങളൊന്നും യൂസ് ചെയ്യില്ല. പറയാം ചിലർ ഞാൻ ലിപ്സ്റ്റിക്കേ യൂസ് ചെയ്യും, ഇഷ്ടം തന്നെ അല്ല ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യണത്. ചിലർ ലിപ് ബാമേ യൂസ് ചെയ്യാറുള്ളൂ. ആയിക്കോട്ടെ, ലിപ് ബാം യൂസ് ചെയ്യണം നല്ലത് തന്നെയല്ലേ. മറ്റുള്ളവർ അവരുടെ ഇഷ്ടത്തിന്, ഈ പറയണ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യണില്ലേ കാര്യങ്ങൾ. അതിന് കുറ്റം പറയേണ്ട ഒരു ആവശ്യം ഉണ്ടാവും. അതിന് ചിലർ പറയും, എന്തിനാണ് ഓരോ ക്രീമുകളും വാരി തേക്കുന്നത്, കാക്കതായ പോലെ ഉണ്ടാവും, മുഖത്തൊക്കെ ഓരോ കാര്യങ്ങൾ വരും. ഇതൊക്കെ കേട്ടാ പറയണത്. അങ്ങനെ പറയുന്ന കുറച്ചായിട്ട് ആൾക്കാർ. അപ്പം ഞാൻ വിചാരിച്ചു, ഇങ്ങനെ എനിക്ക് ഫങ്ഷനൊക്കെ കാര്യങ്ങൾക്കൊക്കെ പോകുമ്പോൾ ഇങ്ങനെ പറയുന്ന ആൾക്കാർക്ക് വേണ്ടി ഇന്നവർ ഇതൊക്കെ യൂസ് ചെയ്യണതുണ്ട്, ഇന്നവർക്ക് എന്നാൽ ഞങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെന്ന് അറിയാനും പാടില്ല. അങ്ങനത്തെ ഒരൈറ്റം ആൾക്കാരുണ്ടാവും. അവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് ഞാൻ ചെയ്യാൻ വേണ്ടി പോകുന്നത്. പൊങ്ങച്ചക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു മേക്കപ്പ് വീഡിയോ. അതിങ്ങനെ കണ്ടാലോ. ഏതെങ്കിലും മോയ്സ്ചറൈസർ ക്രീം നമ്മൾ എടുത്തിട്ട് മുഖത്ത് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്ലൈ ചെയ്ത് കൈയ്യിട്ട് തന്നെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക മുഖത്ത്. ഇതുപോലെ BB ക്രീം ഉണ്ടാവും. നിങ്ങളുടെ ഷെയ്ഡ് നിങ്ങൾ എടുക്കുക. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഫെയർ ആൻഡ് ലവ്ലിയോ ഇതിലൊക്കെ ഉണ്ടല്ലോ BB ക്രീം വരുന്ന, ഏതാണെങ്കിൽ അത് ഉപയോഗിക്കുക. ഇതുപോലത്തെ BB ക്രീം എടുത്ത് നമ്മുടെ മോയ്സ്ചറൈസറിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്തിട്ട് ഇതുപോലെ ഡോട്ട് ഇവിടെ മൂക്കിൻ്റെ മീതെ ഈ സൈഡുകളിലും ഇവിടേക്ക് ഒന്ന് ഇട്ടോളൂ. ഇല്ലെങ്കിൽ പിന്നെ ഈ രണ്ട് ഭാഗം മുഖം ഒന്ന് ബ്രൈറ്റായിട്ടും ഇവിടെ ബ്ലാക്ക് ഡള്ളായിട്ടും കാണും. ഇനി ഇതൊന്ന് നമുക്ക് കൈ വെച്ചിട്ട് തന്നെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ അടുത്തത് ചെയ്യണത്, കൺസീലർ ഉണ്ടാവും. ഇനി ഇങ്ങനെ ഡോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് കൈ വെച്ചിട്ട് തന്നെ ഡാപ്പ് ചെയ്ത് കൊടുക്കുക. കൺസീലർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സെറ്റിംഗ് പൗഡർ വെച്ചിട്ട് ഇതൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. കോമ്പാക്റ്റ് വെച്ചിട്ടോ സെറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നോർമൽ പൗഡർ വെച്ചിട്ട് നമുക്കിത് സെറ്റ് ചെയ്യാം. ഇവർക്കൊരു പ്രത്യേകത ഉണ്ട്, എല്ലാത്തിനെയും പറ്റിയിട്ട് ഭയങ്കര നോളജ് ഔട്ടാണ്. കാരണം ഓരോ പ്രൊഡക്റ്റ് ഇതല്ലേ, ഈ ബ്രാൻഡിൻ്റെ അല്ലേ കാര്യങ്ങളൊക്കെ പറയും. പക്ഷെ ലാസ്റ്റ് ഞങ്ങൾ യൂസ് ചെയ്യാറില്ല. ഇത് യൂസ് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ വാങ്ങിച്ച് അവർക്ക് ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ അങ്ങനെയല്ല. അപ്പോൾ ഇത് സെറ്റിംഗ് പൗഡർ വെച്ചിട്ട് ആ കോമ്പാക്റ്റ് വെച്ച് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തു. കണ്ടില്ലേ. ഇനി ജസ്റ്റ് ഒന്ന് ലിപ് ബാം, ഇതുപോലത്തെ ലിപ് ബാം കിട്ടും, അത് വെച്ചിട്ടൊന്ന് ലിപ്പിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം.
കുറച്ച് നേരം അങ്ങനെ കെടുക്കണം നല്ലതാണ്. നമുക്ക് പിരികൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. അതുപോലെ ഒന്ന് പിരിക ഇല്ലാത്തവർ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുത്തോളുണ്ട്. അപ്പോൾ എൻ്റെ പിരികനൊക്കെ ഒന്ന് ഞാനൊന്ന് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി അടുത്തത് ഇതുപോലെ നിങ്ങളെ പാലറ്റിൽ ഇങ്ങനത്തെ വെള്ള ഐഷോഡോ കാണും, വെള്ള പോലത്തെ, അത് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇനി ബ്രഷ് വേണ്ടെന്നുള്ളവർ, ഇല്ലാത്തവരും കൈ വെച്ചിട്ടും ഇതുപോലെ നന്നായിട്ട് നമ്മൾ നന്നായി സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇത് തനി വെള്ളമല്ല, ഒരു ഓഫ് ക്രീം കളർ ഷെയ്ഡാണ് കേട്ടോ. ഇതാ ഇപ്പോൾ നിങ്ങൾ ഐഷാഡ് ഇട്ടുള്ള പോലെ തോന്നിക്കേ ഇല്ല, കണ്ടില്ലേ? ഇനി നിങ്ങൾ ഇതുപോലത്തെ ഒരു ഷെയ്ഡ് ഉണ്ടാവും നിങ്ങളുടെ അടുത്തുണ്ടെങ്കിൽ, ആ നല്ല ഈ ഷെയ്ഡ് എടുത്തിട്ട് ഇവിടെ ഇട്ടിട്ട് നന്നായിട്ട് കണ്ണിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അയ്യോ, നമ്മൾ ഐ ഷാഡോ അപ്ലൈ ചെയ്ത് കൊടുക്കുക. നമ്മൾ സ്കിൻ ടൂണിൻ്റെ അതേ ഒരു ഇന്ന് കുറച്ച് ഇട്ടുണ്ടെന്ന് അറിയില്ല, അങ്ങനത്തെ ഒരു കളർ തോന്നിടണ്ട, ഒരു കുറച്ചിട്ടാൽ മതി. അപ്പോൾ നിങ്ങൾ ഐ ഷാഡ് ഇട്ടുണ്ടെന്ന് അറിയില്ല, എന്നാൽ ഇട്ടിട്ട് ഉണ്ട്, കണ്ടില്ലേ? നമുക്കിനി കണ്ണെഴുതി കൊടുക്കാം. ഇനി ഈ വെച്ചിട്ട് തന്നെ നമുക്ക് മേലെ എഴുതി കൊടുക്കാം. കണ്ണെഴുത എന്തായാലും എല്ലാവരും ഇഷ്ടമുള്ളവരല്ലേ, എല്ലാവർക്കും. അപ്പോൾ വരയ്ക്കാൻ അറിയാത്തവരാണെങ്കിലും ഇങ്ങനെ വെച്ച് മെല്ലെ വരയ്ക്കുക കേട്ടോ, കണ്ണിൻ്റെ ഉള്ളിൽ തട്ടാണ്ട്. അപ്പോൾ ഇതുപോലെ വരച്ചിട്ട് കണ്ടില്ലേ, ഇതുപോലെ വരയ്ക്കുക. ഇനി ഇതുപോലത്തെ നമ്മുടെ ബഡ്സ് ഉണ്ടാവുമല്ലോ, അത് വെച്ചിട്ടൊന്ന് ഇങ്ങനെ ചെയ്ത് കൊടുക്കുക, സ്മഡ്ജ് ചെയ്ത് കൊടുക്കുക, കണ്ടില്ലേ? അടുത്തത് നമുക്ക് മസ്കാര ഇടാം. കണ്ടില്ലേ? അധികം ഇടണ്ട, കുറച്ച് ഇട്ടു മതി. കണ്ടില്ലേ? ഇതുപോലെ ഇട്ട് കൊടുക്കാം. ഇനി അടുത്ത് ബ്ലഷ് കുറച്ച് എടുത്തിട്ട് ഇവിടെ കുറച്ചെടുത്താൽ മതി.
അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇതാ ലിപ്സ്റ്റിക്ക് ഇതാണ് ഉപയോഗിക്കുന്നത്. ഈ ബിബയുടെ ഷെയർ പീച്ച് മസ്റ്റ് ഹാവ് എൻ്റെയാണ് ഉപയോഗിക്കുന്നത്. ഇനി അടുത്ത് നമുക്കൊരു പൊട്ട് വെച്ച് കൊടുക്കാം. വലിയ പൊട്ട് ഇഷ്ടമുള്ളവർ വലിയ പൊട്ടിട്ടോളൂ, ചെറിയ പൊട്ട് ഇഷ്ടമുള്ളവർ ചെറിയ പൊട്ടിടാം. അപ്പോൾ ഒരു പൊട്ടും വെച്ച് ഇനി ഒരു സിന്ദൂരം ഇട്ട് കൊടുക്കാം. സിന്ദൂരം ഇട്ട് കൊടുത്ത് അപ്പം ഇനി മുഖത്ത് എന്തെങ്കിലും ഒരു കുറവുണ്ടെങ്കിൽ ലാസ്റ്റ് ഞാൻ ചെയ്യുന്ന ഒരു ചെറിയ പൊടിക്കൈ കേട്ടാ, നമ്മുടെ പൗഡറില്ലേ, ഫേസ് പൗഡർ, അത് കുറച്ച് ഒരു ശിഖരെടുത്ത് ഇതുപോലത്തെ പഫായിട്ട് ജസ്റ്റ് ഒന്ന് തൊട്ടില്ല എന്നുള്ള രീതിയിൽ ഒന്ന് ഇങ്ങനെ ചെയ്ത് കൊടുക്കും. അപ്പോൾ എനിക്ക് മുഖത്തിന് നല്ലൊരു ബ്രൈറ്റ്നെസ് വന്ന പോലെ ഉണ്ടാവും. എനിക്കത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. ഇനി മുടിയൊക്കെ ഒന്ന് കെട്ടി ഒരു കമ്മലൊക്കെ ഇട്ടിട്ട് റെഡി ആയിട്ട് വരാം. ഞാൻ റെഡി ആയിട്ടുണ്ട്. നല്ല മുടിയൊക്കെ ഒന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട്. ലൂസായിട്ട് ഇടുന്നവർക്ക് ലൂസായിട്ട് മുടി സെറ്റ് ചെയ്തിടാം. സാരി ഇത് വേണമെങ്കിൽ സാരി വെയർ ചെയ്യാം, ജീൻസ് ആണെങ്കിൽ ടോപ്പാണെങ്കിൽ അങ്ങനെ വെയർ ചെയ്യാം, ചുരിദാറാണെങ്കിൽ അങ്ങനെ. എല്ലാവർക്കും പറ്റിയിട്ടുള്ള സിമ്പിളായിട്ടുള്ള മേക്കപ്പാണ്. ഞാൻ മുഖത്ത് കോണ്ടൂറോ അതുപോലെ ഹൈലൈറ്റോ ഒന്നും ചെയ്തിട്ടില്ല. സിമ്പിളായിട്ട്. പൊങ്ങച്ചക്കാർ പറയില്ലേ, ഞാൻ അതൊന്നും യൂസ് ചെയ്യാറില്ല, എനിക്ക് ഇഷ്ടമൊന്നുമില്ല. അങ്ങനെ ലിപ്പിൽ ലിപ് ബാം കുറച്ച് ഇത് കണ്ടാലും കൂടി ചിലപ്പോൾ ഈ നമ്മൾ വീഡിയോയിൽ കാണുമ്പോൾ ചിലപ്പോൾ എടുത്ത് കാണിക്കും, പക്ഷെ നേരിട്ട് കാണുമ്പോൾ അത്രയില്ല. അപ്പം അത്ര ലൈറ്റായിട്ടാണ് ഞാൻ ലിപ്പിൽ ഇത് അപ്ലൈ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് പൊങ്ങച്ചും പറയും വേണം, ഉപയോഗിക്കും വേണം എന്നുള്ളവർക്ക് മാത്രം ആണ് ഞാൻ ഈ വീഡിയോ ചെയ്തിട്ടുള്ളത്. പിന്നെ ഇങ്ങനത്തെ ഉള്ള ആൾക്കാരോട് പറയുന്നത്, മറ്റുള്ളവരുടെ ഇഷ്ടങ്ങളാണ് അവർ ചെയ്യണത്. പുറപ്പെട്ടിട്ട് ഒരുങ്ങി നല്ല അടിപൊളിയിൽ പുറത്തേക്കിടും. നിങ്ങൾക്കും ചെയ്യാം. നിങ്ങളും മറ്റുള്ളവരെ ഒരിക്കലും കുറ്റം പറയേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്കും ഇതൊക്കെ ചെയ്ത് അണിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളാരും ഒന്നും പറയൊന്നുമില്ല. ചിലവരുടെ സ്വഭാവങ്ങളാണത്. അപ്പം അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു കുഞ്ഞു വീഡിയോ ആണിത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണം. എന്തായാലും